പതിവ് പോലെ UDF തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായപ്പോൾ എല്ലാ പരിധികളും ലംഘിക്കുന്ന വ്യക്തിഹത്യയിലേക്ക് കടന്നിരിക്കുകയാണ്. വ്യക്തിഹത്യ മാത്രമല്ല, കുടുംബത്തെയും ഇപ്പോ അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള പ്രചരണം സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കർശനമായി തന്നെ നിയമപരമായി നേരിടും. ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വാട്സാപ്പ് വഴി എൻ്റെ ഭാര്യയുടെ ചിത്രം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അധിക്ഷേപ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപവാദ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് 3-4 ദിവസമായി തുടങ്ങിയിട്ട്. ഇന്നലെ ഒറ്റ ദിവസം 2 പത്രസമ്മേളനമാണ് വാടകയ്ക്കെടുത്ത ആളുകളെ കൊണ്ട് നടത്തിച്ചത്. അതിലൊന്ന് തൃശ്ശൂരായിരുന്നു, മറ്റൊന്ന് ഇവിടെയാണ്. ആ തൃശ്ശൂരിൽ നടത്തിയ പത്രസമ്മേളനം മാധ്യമങ്ങൾ, 2 പത്രസമ്മേളനവും മാധ്യമങ്ങൾ പൂർണ്ണമായി, മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് ചെയ്തത്. കാരണം അത്രമാത്രം അടിസ്ഥാനരഹിതമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന തരത്തിൽ അപവാദം പറയുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പാണ് സരസ്മേളയെക്കുറിച്ചുള്ള ആരോപണവുമായിട്ട് ഒരു കഥാപാത്രത്തെ രംഗത്തിറക്കിയിട്ടുള്ളത്. സരസ്മേള കഴിഞ്ഞിട്ട് 3 മാസമായി. ഇന്നലെ 6-ാം തീയതിയാണ്. ഇന്ന് പ്രചരണം അവസാനിക്കുകയാണ്. ഇന്നലെ ഒരു കഥാപാത്രത്തെ രംഗത്തിറക്കി ആരോപണം ഉന്നയിച്ച് മാധ്യമങ്ങൾ ആരും കൊടുത്തില്ലെങ്കിലും വാട്സാപ്പ് വഴി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങള് തീർത്തും അപ്രതീക്ഷിതമല്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, വ്യക്തിഹത്യ നടക്കുന്നുള്ളത്. കാരണം അതാണല്ലോ UDFന്റെ രീതി. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് സ്റ്റാർ ക്യാമ്പയിനർ തൃത്താലയിൽ വാളയാർ അമ്മയായിരുന്നല്ലോ. വാളയാർ അമ്മയെ തൃത്താലയിലിന് കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാത്തൊരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. ആനയിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു. അവരായിരുന്നു എനിക്കെതിരെ അപവാദവും അധിക്ഷേപവും ഒക്കെ ചൊരിഞ്ഞത്. ഇപ്പോ അവരെ കൊണ്ടുവരുന്നില്ലേ എന്ന് ഞാൻ തുടക്കത്തിൽ ചോദിച്ചിരുന്നു. സ്വന്തം മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്ന് CBI കണ്ടെത്തി കോടതിയിൽ പ്രതിയായിട്ട് നിൽക്കുകയാണ്. ഇവരെഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന ഒരാളുടെ സ്ഥിതിയാണത്. എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ ഇപ്പോഴും UDF സ്ഥാനാർത്ഥി അവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് തയ്യാറായിട്ട് തന്നെയാണ് ഇരുന്നിരുന്നത്. ഇനിയുള്ള അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള മണിക്കൂറുകൾ കടുത്ത അപവാദ പ്രചരണത്തിൻ്റെതായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. അത് നേരിടാൻ 7 അംഗ IT സംഘത്തെ, 5 അംഗ അഭിഭാഷക സംഘത്തെയും ഞങ്ങൾ നിയോഗിച്ചിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ നിരീക്ഷിക്കാൻ IT സംഘം ഉണ്ടാവും. അപ്പോൾ തന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങാൻ അഭിഭാഷക സംഘം ഉണ്ടാവും. അതിന് എല്ലാ തയ്യാറെടുപ്പുമായി മുഴുവൻ സമയം IT സംഘം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. LDF പ്രവർത്തകർ, പൊതുജനങ്ങളും ഇത്തരം ഈ അപവാദ പ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് കിട്ടിയാലുടൻ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ DGPക്ക് കൊടുത്ത പരാതി ലിങ്കുകൾ വരെ വെച്ചുകൊണ്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ലീഗ്, സൈബർ സംഘങ്ങളാണ് ഈ അപവാദ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ലിങ്ക് സഹിതം DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. കർശന നടപടികൾ, നിയമപരമായ നടപടികൾ ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ വർഷം വാളയാർ പ്രശ്നം ഉന്നയിച്ച് അപവാദ പ്രചരണം നടത്തിയ ആൾക്കെതിരെ ഞാൻ കൊടുത്ത ക്രിമിനൽ കേസ് ഇപ്പോഴും ഒറ്റപ്പാലം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പത്രസമ്മേളനം നടത്തി അപവാദ പ്രചരണം നടത്തിയവർക്കെതിരായിട്ടും നിയമ നടപടികൾ ഉണ്ടാവും. ഇപ്പോൾ തൃത്താലയിൽ ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കേസ് കൊടുക്കേണ്ട സ്ഥിതിയാണ്. അത്രമാത്രം നീചമായ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുള്ള സംവാദത്തിനാണ് ശ്രമിച്ചത്. ഒളിപ്പോർ എൻ്റെ രീതിയല്ല, ഞങ്ങളുടെ ആരുടെയും രീതിയല്ല. നേരെ വാ നേരെ പോയെന്നതാണ് രീതി. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒളിപ്പോരാണ് നടത്തുന്നത്. AKG അധിക്ഷേപിച്ചതുപോലെ, മീരയെ അധിക്ഷേപിച്ചതുപോലെ സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒളിപ്പോരാണ്. അപ്പൊ അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനവും അന്തസ്സായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ആണ് നടത്തേണ്ടത്. അതൊരു കാലത്തും ഇവർക്കാവും എന്ന് എനിക്ക് തോന്നുന്നില്ല.
അതുകൊണ്ടാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ഇത് ശക്തിപ്പെടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് IT സംഘത്തെയും അഭിഭാഷക സംഘത്തെയും നിയോഗിച്ചിട്ടുള്ളത്. അപവാദ പ്രചരണം നടത്തുന്ന ആളുകൾ കരുതിയിരിക്കണം. അപവാദ പ്രചരണം നടത്തിയാൽ ഉറപ്പായിട്ടും നടപടി നേരിടേണ്ടി വരും.